അനുഗ്രഹം വേണ്ടവൻ അരയ്ക്ക് കെട്ടിപ്പിടിച്ചു. നേരം പുലരുന്നത് വരെ തമ്പുരാനുമായി അരയ്ക്ക് കെട്ടിപ്പിടിച്ച് മല്ലയുദ്ധം നടത്തി യാബോക്ക് എന്ന നദിയുടെ കരയിൽ. പ്രിയപ്പെട്ടവരെ, ഇവിടെയുമുണ്ട് ഒരു യാബോക്ക് നദി. ഇവിടെ യാബോക്ക് നദിയുണ്ട് ഈ ദേവാലയത്തിന്റെ മുൻപിൽ. പ്രിയപ്പെട്ടവരെ, ഈ മരിയാപുരത്തിന്റെ അനുഗ്രഹമായി പരിശുദ്ധ ദൈവമാതാവിന്റെ പാദകാവൽ തിരുനാളിൽ ഇതാ ഇവിടെ 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 ഒരു യാബോക്ക്. ആ യാബോക്ക് നദിയുടെ കരയിൽ ദൈവത്തിന്റെ മക്കൾ യാക്കോബിനെ പോലെയും റാഹേലിനെ പോലെയും റിബേക്കയെ പോലെയും ഇസ്ഹാക്കിനെ പോലെയും അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് ദൈവം കൊടുത്ത അനുഗ്രഹം പോലെ ഇതാ കൊച്ചുമൻ കിടന്ന് തമ്പുരാന്റെ അരയ്ക്ക് കെട്ടിപ്പിടിക്കുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ ഈ 4-ാം ദിവസവും ആയിരം അരയ്ക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. തമ്പുരാൻ പറയുന്നുണ്ട്, 3-ാം ദിവസം നമ്മളോട് പറഞ്ഞു, വിട്, എനിക്ക് പോകണം, വിട്, എനിക്ക് പോകണം. ആദ്യത്തെ ദിവസം നമ്മൾ സംശയിച്ചു, കെട്ടിപ്പിടിക്കണം ഈ അരയ്ക്ക്. 2-ാം ദിവസം തീരുമാനിച്ചു, അരയ്ക്കല്ല, മുട്ടോളമെങ്കിലും ഒന്ന് പിടിച്ചേക്കാം. 3-ാം ദിവസം ആലോചിക്കാൻ തുടങ്ങി, അരയ്ക്ക് തന്നെ പിടിച്ചാലോ. പ്രിയപ്പെട്ടവരെ, ശർമ്മിയുടെ പുസ്തകത്തിൽ പറയുന്നു, അരക്കച്ച, അതിന്റെ 13-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനത്തിൽ പറയുന്നു, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, 4-ാം ദിവസം ഇന്നെവിടെയാ പിടിക്കേണ്ടത്? ഇന്നെവിടെയാ യാക്കോബ് പിടിച്ചത്? എവിടെയാ? അരയ്ക്ക് കെട്ടിപ്പിടിക്കണം. അരയ്ക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയണം, ദൈവമേ, നീ എന്റെ അനുഭവങ്ങൾ കണ്ടതല്ലേ, ഞാൻ ഇന്ന് നിന്റെ സന്നിധിയിൽ ശിശുവായി മാറി. പുരോഹിതനിലൂടെ നമ്മൾ കേട്ടു, ഒരു ശിശുവായി മാറി. ആ ശിശുവായി മാറിയപ്പോൾ അരയ്ക്ക് കെട്ടിപ്പിടിച്ചിട്ട് യാക്കോബ് നിലവിളിച്ചതുപോലെ, നീ എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല, നീ എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല. തീരുമാനമുള്ളവരെ കരം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തി മഹത്വപ്പെടുത്തുന്ന പറയുമ്പോൾ പിടി അരയ്ക്ക് പിടിച്ചു വെച്ചോണ്ടിരിക്കുക. കാരണം എല്ലാം കിട്ടാൻ തന്നെയാണ് ഞാൻ വന്നത്, ഒന്നും കിട്ടുകയില്ല. തമ്പുരാനെ പിടിച്ച് ഇറക്കി എന്റെ ഭവനത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാത്തവർക്ക് കിട്ടില്ല സഹോദരങ്ങളെ. ദൈവം അതിനൊന്നും മണ്ടത്തരം കാണിക്കില്ല. പലരുടെയും ആഗ്രഹമുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ ദേശത്ത് കോട്ടയം ജില്ലയിൽ വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചന്റെ വലിയൊരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിലേക്ക് അനേകർ കടന്നു പോകും. എന്നോട് ഒരാൾ പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് പോകും. അവിടെ വിശുദ്ധ കുർബാനയുണ്ട്, അവിടെ വചന ശുശ്രൂഷയുണ്ട്, അഭിഷേകമുള്ള പുരോഹിതനുണ്ട്. വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചൻ തമ്പുരാന് വേണ്ടി മാത്രം ജീവിച്ച്, ദൈവപ്രീതിയിൽ ജീവിച്ച്, ദൈവത്തിന് ഇഷ്ടമുള്ള മകനം നേടുമ്പോൾ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചൻ. കരമടിച്ച് മാത്രം കൊടുക്കുക. അന്തോണീസ് പുണ്യാളച്ചന്റെ ആ വലിയ സാന്നിധ്യം അവിടെയുണ്ട്. എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ യാചിക്കും. ചെല്ലുന്നവരെയല്ല, പ്രിയപ്പെട്ടവരെ. പക്ഷെ പോകുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട്. ശ്രദ്ധിക്കണം, വിശുദ്ധരെ നമുക്ക് സഹായമോ? വിശുദ്ധരെ നമ്മളെ സഹായിക്കും. അവർ ദൈവപ്രീതിയിൽ ജീവിച്ചവരാ, നമ്മളെക്കാൾ അതിവിശുദ്ധതയിൽ ജീവിച്ചവരാ. പ്രിയപ്പെട്ടവരെ, ഒരു കുഴപ്പമുണ്ട്. പോകുന്ന ഞാനും നിങ്ങളും ആരാണെന്ന് ഓർക്കണം. ഞാൻ അവരോട് പറഞ്ഞു, എന്തിനാ അവിടെ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ബ്രദറെ, അവിടെ പോയാൽ ഒത്തിരി കാര്യങ്ങൾക്ക് സാധിക്കാം. എപ്രകാരം? ഓർത്തോണം, ഈ മര്യാദക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും. പക്ഷേ അശുദ്ധിയോടെ കയറി പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടത്തില്ല. കേട്ടൽ നടന്നുകൊണ്ടിരിക്കും. ആളുകൾ കാണുമ്പോൾ പറയും, ദൈവം ഭക്ത, ദൈവം ഭക്തൻ. കുടുംബമായിട്ട് കൊച്ചു തൊഴിലാളി ചുമ്മാ പരീക്ഷയ്ക്ക് ജയിക്കാൻ പോയി നിന്ന് പറയുക. കയ്യിലിരിപ്പ് ഒന്നിന്റെ മാറ്റത്തില്ല. കയ്യിലിരിപ്പ് മാറ്റാതെ ഒരു പുണ്യാളച്ചനും സഹായിക്കില്ല, ഒരു പരിശുദ്ധ അമ്മയെ സഹായിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സഹോദരി, ഞങ്ങളുടെ ധ്യാനം
ഞാൻ പറഞ്ഞു അതിന്റെ വിഷയമൊക്കെ മനസ്സിലായി. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്നോട് പറഞ്ഞു ബ്രദറെ, ഞാനിവിടെ ഒരു 200 മണ്ണ് മേടിച്ചു കൊടുക്കും ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക്, അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകും. നിന്റെ മണ്ണ് തിന്നാൻ ഇരിക്കുകയല്ല തമ്പുരാൻ. ഈ മണ്ണ് കൊടുത്തത് തമ്പുരാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ദാനധർമ്മം വചനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ദാനധർമ്മത്തെ മുന്തിരമോതിരത്തെ എന്നപോലെ കർത്താവ് മുന്തിരമോതിരം നിന്നെ വിവാഹത്തിലേക്ക് നയിക്കുമ്പോൾ അവിടെ ദൈവാലയത്തിന് വെച്ച് വിരലിലേക്കിടുന്ന മുദ്രമോതിരം സഭയിൽ അഭിഷേകം കൊടുത്ത് അഭിഷിക്തരെ ദൈവം ഒരുക്കുമ്പോൾ ഒരു മുദ്രമോതിരം വിരലുകളിൽ അണിയുന്നത് പോലെ അത് ഊരിപ്പോകാത്ത രീതിയിൽ കിടക്കും. ഒരു അഭിഷേകം കൊടുക്കുന്ന അഭിഷിക്തനിൽ അത് എന്നേക്കുമാ ജീവിതാവസാനം വരെയ സഭയിലെ ശുശ്രൂഷയിൽ ബിഷപ്സില് മാർപ്പാപ്പയില് പൗരോഹിത്യത്തിന്റെ അധികാരികളില് ഒരു മുദ്രമോതിരമുണ്ട്. ആ മുദ്രമോതിരത്തെ എന്ന പോലെ നിന്നെ പരിഗണിക്കുന്ന, പക്ഷേ തോന്നിവാസം കാണിക്കുന്നവരുടെ അല്ല. കള്ളത്തരം കാണിച്ചും തോന്നിവാസം ചെയ്തും കർത്താവിനോട് കുറെ പൈസ ഇട്ടു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ദാനധർമ്മത്തെ കർത്താവ് വിലമതിക്കും, പക്ഷേ വിശുദ്ധിയോടെ ആയിരിക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പറയണ, അവളോട് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഒരു സഹോദരി വന്നേ, സ്നേഹത്തോടെ ഒരു കാര്യം പറയാം. ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ബ്രദറെ? അത് പറയാനാണെങ്കിൽ പറയാൻ മതിയോ? അതുപോലെ കുഴപ്പം ചോദിച്ചു വന്നപ്പോ കുഴപ്പമേ ഉള്ളൂ. 200 മണ്ണ് കൊടുത്തിട്ട് കാര്യം സാധിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവനെ, കർത്താവ് ഒരു കരുണ കാണിച്ചു കാണണം. കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ പറഞ്ഞു കുമ്പസാരിക്കാം ബ്രദറെ. ഞാൻ പറഞ്ഞു സഹോദരി, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം ലഭിച്ചതുമാണ് ഭാഗ്യവാനും ഭാഗ്യവതി. നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയില്ലായ്മയിൽ നടന്നിട്ട് നീ മണ്ണ് കൊടുത്തു എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. സംസാരത്തിൽ പിഴവ് വരരുത്. നിന്നെ തമ്പുരാൻ ആകാശത്തിൽ നിന്ന് അല്ലെ സ്വർഗ്ഗകവാടം തുറന്ന് നോക്കുമ്പോൾ നീ കുറ്റമറ്റവളായിരിക്കണം. നീ കുറെ ചെയ്തു കൂട്ടിയത് തലയിലും ഹൃദയത്തിലും വെച്ചുകൊണ്ട് നടന്ന ബണ്ണല്ല, അതിവലിയ സാധനം ഗൾഫിൽ കിട്ടും, കുപ്പൂസ് എന്ന് പറയും. ആ കുപ്പൂസ് കഴിച്ച് അല്ലെ കുപ്പൂസ് കൊണ്ട് നീ കൊടുത്താൽ പോലും അനുഗ്രഹമൊന്നും കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇത് മാറേണ്ട കാലമായി, മാറ്റേണ്ട കാലമായി. ഹൃദയം മാറണം. ഇതാ തിരുവചനത്തിൽ പറയുന്നു, ഭൂമിയും അതിലെ സകല വസ്തുക്കളും കർത്താവിൻ്റെതാണെന്നാണ് പറയുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 26-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനത്തിൽ പറയുക, ഭൂമിയും അതിലെ സകലതും കർത്താവിൻ്റെതാ. അവിടെ വചനത്തിന്റെ 2 വാക്യം കഴിയുമ്പോൾ ചോദിക്കുക, കർത്താവിന്റെ മലയിൽ ആർ കയറും? ആര് കയറും മക്കളെ? കർത്താവിന്റെ മലയിൽ ആര് കയറും? ആർക്കാ കയറാൻ യോഗ്യത? അവിടെ പറയുക, നിർമ്മല ഹൃദയമുള്ളവരെ, നിർമ്മല ഹൃദയമുള്ളവരെ, പാപമില്ലാത്തവർക്ക് കർത്താവിന്റെ മലയിലോട്ട് കയറാനൊക്കത്തുള്ളൂ. മോശെ പ്രവാചകനെ താഴെ നിന്ന് മുകളിലേക്ക് വിളിക്കുന്ന ദൈവം, മോശെ പ്രവാചകനെ താഴെ നിന്ന് മുകളിലേക്ക് വിളിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിച്ചോണം. നീ ഇന്നലെ അഭിഷേകം പ്രാപിക്കേണ്ടത് മോശയെ പോലെ നീ അഭിഷേകം പ്രാപിക്കണം. എന്റെ ദൈവം മലയിൽ നിന്ന് വിളിക്കും. നിന്റെ ദൈവം ഇവിടുത്തെ മലയിൽ വരും. വിശുദ്ധ കുർബാനയിൽ നീ വിളിക്കും, എന്നെ വിളിക്കും, എന്റെ കുടുംബത്തെ വിളിക്കും. ആരെ കയറും? അവിടെ പറയുക, എന്താ പറഞ്ഞത്? കുഴപ്പമില്ലാത്തവർക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. മോശയെ വിളിച്ചതിനാ കർത്താവ് കാണുക, താഴെ മറന്നിരിക്കുന്ന ഇസ്രായേൽ ജനം ദൈവം കൊടുത്തു മന്ന, സ്വർഗീയ മന്ന. ഇതാ സങ്കീർത്തന പുസ്തകം 77-ാം അധ്യായം അതിന്റെ 25-ാം തിരുവചനത്തിലെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, ദൈവദൂതന്മാരുടെ അപ്പമാ ഇസ്രായേൽ മക്കൾ ഭക്ഷിച്ചത്. ഒന്ന് കരമടിച്ച് മഹത്വം കൊടുക്കും. കരമടിച്ച് സ്വർഗ്ഗത്തെ സ്വർഗീയ
മോശയെ വിളിച്ചത് മോശ കൃത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കളെ നയിക്കാൻ മോശയെ വിളിക്കുമ്പോൾ ഈ ടീമിലുള്ള ഒരു മനുഷ്യനും പറയരുത്, ഈ ദൈവാലയത്തിലുള്ളവർ പറയട്ടെ, മോശയെ കർത്താവ് ഇസ്രായേൽ മക്കളെ നയിക്കാൻ വിളിക്കുമ്പോൾ മോശയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അറിയാമെന്ന് പറയണം. പറഞ്ഞു, പറയൂ. സംശയിക്കുന്നുണ്ടല്ലേ? നമുക്ക് 10 കൽപ്പന തന്നത് തമ്പുരാൻ മോശ പ്രവാചകനിലൂടെ. നമ്മൾ നടക്കാൻ തമ്പുരാൻ ആദ്യം മേഘസ്തംഭമായി വന്നു. ആകാശത്തിലൂടെ നയിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ താഴെ ഭൂമിയിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നു. ദൈവത്തിന്റെ മക്കൾ അത് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ മനസ്സിലായി, ദൈവം നയിച്ചിട്ട് പോലും ഈ ജനത്തിന്റെ ജനീകഭാവം ഒരു നിയമം ഉണ്ടാക്കി കൊടുത്തേക്കാം. 10 കൽപ്പനകൾ ലംഘിക്കരുതേ എന്ന് പറഞ്ഞ് മോശയോട് പറഞ്ഞു. മോശ മലമുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുക, മോശയോട് ദൈവം സ്നേഹിതനോടെന്ന പോലെയായിരുന്നു സംസാരിക്കുന്നത്. കാലമടിച്ച് മാത്രം കൊടുക്കുക. ഇസ്രായേൽ മക്കള് ദൈവത്തോട് മറുതിരിച്ച് ജീവിക്കുന്നത് കണ്ടപ്പോൾ ദൈവം മുകളിലേക്ക് വിളിക്കുക. മോശയെ വാ, കയറി വാ. 40 രാവും 40 പകലും ഉപവാസിച്ച് പ്രാർത്ഥിച്ച്, വചനത്തിൽ എങ്ങനെയാ പറയുന്നത്? 40 രാവും 40 പകലും അത്രയും ത്യാഗം മോശയുടെ ചെന്നെടുത്തു. തമ്പുരാൻ കൽപ്പനകളിൽ വിരലുകൾ കൊണ്ട് എഴുതിയെന്ന വചനം പറയുന്ന കരമടിച്ച് മാത്രം കൊടുത്തു. 10 കൽപ്പന കിട്ടി. ഭാഗ്യപ്പെട്ട അനുഗ്രഹം വിശുദ്ധ ജനമേ, കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ, 10 കൽപ്പനയുള്ള ദൈവ വിശ്വാസ സമൂഹമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹമുള്ള മക്കളെ, സ്വർഗം, സ്നേഹത്തിന്റെ സ്വർഗം, അവൻ വലിയവനാ, അവൻ ആരെയും കൈവിടുന്നവനല്ല, സ്നേഹമല്ല, നിനക്ക് തന്നു ഒരു നിയമം, ലംഘിക്കരുതേ എന്ന് പറഞ്ഞു. പ്രഭാഷണ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം, എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ തലമുറ വരെ കരുണ വർഷിക്കും. കരമടിച്ച് മാത്രമൊക്കെ 1000 തലമുറകൾ വരെ കരുണയുള്ളവനായിരിക്കുമെന്ന് കർത്താവ് പറയുന്നത്. കർത്താവ് ദൈവമായ കർത്താവ് പറയുക, ഞാൻ നിന്റെ ജനറേഷൻ കംപ്ലീറ്റ്, നീ എത്ര 1000 വർഷം വേണമെങ്കിലും ജീവിച്ചോ. പ്രിയപ്പെട്ടവരെ, ആദം മുതലുള്ള അനുഗ്രഹത്തിന്റെ തലമുറ. പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തിന്റെ സന്നിധിയിൽ മലയിൽ കയറാൻ യോഗ്യതയുള്ളവനായിരുന്നു, ആത്മാവിന്റെ ബലമുള്ളവനായിരുന്നു. കൽപ്പനകളുമായി മോശ പ്രവാചകൻ മലമുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇതാ ആഹാരവും കൂട്ടർക്ക് പോലും ആ മോഹത്തേക്ക് നോക്കാൻ സാധിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവ് ഉള്ളവന്റെ മോഹത്തേക്ക് ഒരു വ്യക്തിക്ക് നോക്കാൻ സാധിക്കില്ല. അവിടെ അഗ്നി ജ്വലിച്ചെന്ന് വിശ്വസിക്കുന്നവര് കരമടിച്ച് മാത്രമൊക്കെ അങ്ങനെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരോട് ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. മോശ പ്രവാചകന്റെ കയ്യിൽ വടി കൊടുത്ത് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിച്ചതുപോലെ ഈ ദൈവജനമേ, തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കും. മോശയെ ദൈവം വിളിക്കുമ്പോൾ, ഇസ്രായേൽ മക്കളെ നയിക്കാൻ വിളിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്നത് യുവത്വങ്ങളാ, നല്ല ആരോഗ്യമുണ്ട്. മോശ പ്രവാചകൻ എത്ര വയസ്സായിരുന്നു? ഞങ്ങളോട് ചോദിക്കണ്ട. Praise the Lord. 80 വയസ്സ് കരമടിച്ച് മാത്രം കൊടുക്ക്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളിവിടെ വിഷമിച്ചിരിക്കുക. ഈ പ്രായത്തിലേയും മരിക്കാതിരിക്കണേ. 80 വയസ്സിൽ ഇപ്പൊ മരിച്ചോണ്ടിരിക്കുകയാണോ? 80-ന് മുമ്പ് ആയുസ്സെല്ലാം പോയി. ആയുസ്സിന്റെ ദൈർഘ്യം കുറയുക. മോശ എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? പറ ഉച്ചത്തിൽ. ആരെ പറഞ്ഞു? കരമടിച്ച് മാത്രം ഉത്തരവ് കൃത്യം. നിയമപ്രമാണ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 7-ാം തിരുവചനം വചനം
മരിക്കുന്ന സമയത്ത് പോലും പാപം ചെയ്യുന്നവരല്ലായിരുന്നു. ഇസ്രായേൽ മക്കളോടൊപ്പം അവരോട് ദൈവത്തോട് മറുതലിക്കുമ്പോൾ പോലും അവിടെ വേണേ പാപത്തിന് അവസരമുണ്ടായിരുന്നു, ചെയ്തിട്ടില്ല. 10 കൽപ്പനയുമായി ഇറങ്ങി വന്നപ്പോൾ ജനം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് കൽപ്പനകൾ വലിച്ചെറിഞ്ഞു. ദൈവം സ്നേഹത്തോടെ ഒരു ത്യാഗം, മോശപ്രവാചകൻ ഒരു ത്യാഗം ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ അശുദ്ധ തിന്മകളൊന്നും വിട്ടുപോയില്ല. ഉപവാസവും പ്രാർത്ഥനയും ഓർക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഈ 4-ാം ദിവസവും ഉറങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായി ഓർത്തോ, അവരാരും മൗനമായിട്ടിരിക്കുകയാണ്. നല്ല സുഖത്തിലാണ്, സുഖിപ്പിച്ചിരുത്തിയിരിക്കുക. കാരണം വചനം കേട്ടാ നീ രക്ഷപ്പെടും. രക്ഷപ്പെടുത്താൻ സമ്മതിക്കില്ല. മോശപ്രവാചകൻ പാപം ചെയ്യാതിരുന്നതുകൊണ്ട് മലമുകളിൽ നിറങ്ങി വന്നപ്പോൾ, ജനം മത്സരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ, ദൈവത്തോട് എതിരായി പാപം ചെയ്യുന്നത് കണ്ടപ്പോൾ, തെറ്റിന്റെ മേഖലകൾ ദർശിച്ചപ്പോൾ അഹരോനെ കൂട്ടുകൊടുത്തു തമ്പുരാൻ. അഹരോനെ മോശയോടെ ഇരിക്കുമ്പോൾ അഹരോന് എത്ര വയസ്സുണ്ടായി? ബലഹീനായ ഞാൻ തന്നെ പറയാം, 83 വയസ്സ്. കാലം പഠിച്ച് മാത്രമേ മോശയേക്കാൾ 3 വയസ്സോട് കൂടുതലുണ്ടായിരുന്ന ആളുകളാണ് തമ്പുരാൻ മോശയ്ക്ക് സഹായത്തിന് കൊടുത്തത്. താടിക്ക് കൈ കൊടുത്തിരുന്ന് സുഖിക്കാമെന്ന് കണ്ടാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടില്ല. എല്ലാവരും എഴുന്നേറ്റുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണ്ടിയവരൊക്കെ ഹൃദയം തുറന്ന് സ്തുതിച്ച് ഇരുന്ന് സുഖിച്ച് കാലങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ പോട്ടെ. ഇനി സുഖത്തിന്റെ അല്ല, അതോ ദുഃഖത്തിന്റെയാണോ? നിന്റെ ദുഃഖം മുഴുവൻ ഞാൻ സന്തോഷമാക്കി മാറ്റാൻ പോവുക. നിനക്ക് എന്താ വേണ്ടത്? മക്കളെയാണോ വേണ്ടത്? സമ്പത്താണോ വേണ്ടത്? നിനക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-ാം തിരുവചനം, നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക. അവിടുത്തെ രാജ്യവും നീതിയും നീ അന്വേഷിച്ചാൽ നിനക്ക് സകലം അതോടൊപ്പം കൂട്ടിച്ചേർത്ത് കർത്താവ്. സ്തുതിക്കട്ടെ, 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 ഹൃദയം നിറയട്ടെ, ആദരം നിറയട്ടെ, സ്തുതിക്കട്ടെ, ജീവിക്കുന്ന ദൈവത്തെ മാതൃകപ്പെടുത്തട്ടെ, മാതൃകപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ മക്കളിൽ നിറയട്ടെ. ആത്മാവിന്റെ ശക്തി, സ്വർഗീയ ശക്തി, പരിശുദ്ധാത്മാവ് പ്രാവായി, കാറ്റായി, തീയായി, മഴയായി ഈ മക്കളിലേക്ക് നിറയട്ടെ, 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 നിറയട്ടെ. അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മോശപ്രവാചകൻ സ്നേഹസമ്പന്നൻ, മർദ്ദനിക്കുന്ന മക്കളോട് ചേർന്ന് നടന്നവൻ ഒരു നിമിഷം കോപിച്ചു. ഒരു നിമിഷം. സംഖ്യാപുസ്തകത്തിൽ 12-ാം അധ്യായം അതിന്റെ 3-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്നു: ഭൂമുഖത്തുള്ള സകല മനുഷ്യരേക്കാൾ സൗമ്യനായിരുന്നു മോശ. കരമടിച്ച് മാറ്റി കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇനി ജനിക്കാനിരിക്കുന്നവരും ജനിച്ചവരും ആയവരേക്കാൾ മനുഷ്യർക്ക് ജനിച്ചവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈശോ അല്ല. ഈശോ എങ്ങനെയാ ജനിച്ചതെന്ന് ബൈബിൾ വായിച്ച് മനസ്സിലാക്കണം.
സമ്പർക്കമില്ലാതെ പുരുഷ സമ്പർക്കമില്ലാതെ ഇതാ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം ഈശോ ഏറ്റു പറയുക, തനിക്ക് മുമ്പേ വന്നവനെ യോഹന്നാൻ സ്നാപകൻ, ജോൺ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ, പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകന്റെ ജനനം സക്കറിയ പുരോഹിതനിലും എലിസബത്തിലും കൂടെയാണ്. അവിടുന്ന് പറയുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല. കരമടിച്ചു മാത്രം കൊടുക്കാവുന്ന നമ്മൾ മനസ്സിലാക്കണം. പ്രിയ ക്രിസ്തുവിനായിരിക്കുന്ന മക്കളെ, ക്രിസ്തുവിന്റെ മക്കളെ, മനസ്സിലാക്കിക്കോ. ഈശോ പറയുക, ഭൂമിയിൽ ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ജനിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പറയുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനെ പോലെ ആരുമില്ല വലിയവൻ. അത് പറയാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. ഈശോയ്ക്ക് മാത്രം. ഈശോയുടെ വഴിയെടുക്കുവാൻ പരിമരിത്തതെല്ലാം എന്തുവാ മൃദുലമാക്കാൻ, വളഞ്ഞ വഴികളെല്ലാം നേരെയാക്കുവാൻ. പിന്നെന്തുവാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരം. മരുഭൂമിയിൽ നിന്നോട് പറയുക, നീക്ക് കാണിച്ചു വെക്കുന്നുണ്ട്, നിർത്തിക്കണം. ഇതിന്റെയൊക്കെ ചെയ്തികള് എനിക്കറിയാം. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുക, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നില്ല നിന്നെ കണ്ട പറയും ശരീരപ്രദന. മരിച്ച പോലിരിക്കുക. മരിച്ച പോലിരിക്കുന്ന അവസ്ഥ എന്താ? മരിച്ച അവസ്ഥ, പരിശുദ്ധാത്മാവില്ലാത്ത അവസ്ഥ. സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, 6 കാല്, 3 വീട്. നിനക്ക് വേണ്ടതൊന്നുണ്ട് ക്രിസ്ത്യാനി, പരിശുദ്ധാത്മാവ്. നിനക്ക് ദൈവം തന്നു സഭയിലൂടെ, അഭിഷേകത്തിലൂടെ, അഭിഷിക്ത കരങ്ങളിലൂടെ നിന്റെ നെറ്റിയിൽ ഒരു മുദ്രണം, ഒരു കുരിശടയാളം. കരമിട്ട് മാത്രം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഭാഗ്യപ്പെട്ട ജനതയായി. നീ ലക്കി ജനത. പ്രിയപ്പെട്ടവരെ, ഭാഗ്യപ്പെട്ട ജനത, ഭാഗ്യപ്പെട്ട ജനത. കയ്യിലിരിപ്പുണ്ട് നിർവീര്യാവസ്ഥ. ജീവൻ നഷ്ടപ്പെട്ടു. കാണാൻ സുമുഖൻ സുമുഖി, ഇതാ പാടിമത്ത ഉടുപ്പ്, എന്നെ തന്നെ പറയാം. ജ്വലിക്കുന്നില്ല എങ്കിൽ പോയി, ചലനം നഷ്ടപ്പെട്ടാൽ പോയി. എന്റെ ആത്മാവോടെ. ഇതാ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 23-ാം തിരുവചനം. ജോൺ ചാപ്റ്റർ 4 verse 23. അവിടെ പറയാണ്, ദൈവം ആത്മാവാണ്. കരമടിച്ച് മാത്രം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയെങ്കിലും ഈ ആത്മാവിനെ താഴ്ത്തിടണി. ഒന്ന് ജീവനോടെ, ഒന്ന് ജീവനോടെ ദൈവത്തെ ഒന്ന് കരമടിച്ച് മാത്രപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനി എപ്പോഴാണ്? കർത്താവ് പറയുക, നീ ജീവിച്ചിരിക്കുകയാണ്. നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നത്തുള്ളൂ, പക്ഷേ അകത്തിരുന്ന ജീവതയുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നിൽ വേണം. നിന്റെ പാപം നിന്നെ ഭരിച്ചാൽ, പാപം നിന്റെ മേൽ ഭരണം നടത്തിയാൽ, നിന്റെ പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോകും. അവിടുന്ന് തന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, നിന്നെ പാപം ചെയ്യിക്കുന്ന ആത്മാവിനെയല്ല, പാപം പിശാചിന്റെ. 1 യോഹന്നാൻ 3:8 തിരുവചനം. വചനം ശ്രദ്ധിച്ചോണം. അവിടെ പ്രകാരമാണ് പറയുന്നത്, പിശാച് പാപം ചെയ്യിക്കുന്നവനാ. പിശാച് പാപം ചെയ്യിക്കുന്നവനാ. അവൻ ആദ്യം മുതലേ അവൻ തുടങ്ങി ആ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവത്താൽ മാത്രം സൃഷ്ടിക്കപ്പെട്ടെടുത്ത് അവൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ ചുമ്മാതിരുന്നോ? പരിശുദ്ധാത്മാവിന് ജനനം കൊടുത്തപ്പോൾ ചോദിക്കാൻ തുടങ്ങി, മേരി ആരെങ്കിലും. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോളൂ. ആരെങ്കിലും നിന്റെ ഭവനത്തിൽ വന്ന് നീ എന്തിനാ ജപമാല ചൊല്ലുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പറയണം, മിണ്ടരുത്. എന്റെ തമ്പുരാന്റെ തെരഞ്ഞെടുപ്പ, എന്റെ ഗോഡ്ഫാദറാ. അവളുടെ അപ്പൻ എന്റെയും അപ്പനാ, സ്വർഗത്തിലെ അപ്പച്ചനാ. പക്ഷേ അവളുടെ വിശുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷേ ഞങ്ങൾ ആ മധ്യസ്ഥം തേടും. വിശുദ്ധിയാകാനാ, വിശുദ്ധിയാകാനാ. അല്ലാതെ പാപം ചെയ്തിട്ട് അവിടെ പോയതുകൊണ്ട് ഇങ്ങനെ നന്മ വെച്ചാലൊന്നും കിട്ടത്തില്ല. ഇനി എന്താണ് ജപമാല? പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ജപമാല എന്താണ് അറിയാവുന്നതെന്ന് ഉയർത്തും ചൊല്ലും.
ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുന്നത് നമ്മളെക്കാൾ അതിവിശുദ്ധതയുടെ അനുഭവമാണ്. പരിശുദ്ധ ദൈവമാതാവ് അമ്മയെന്ന് പറഞ്ഞാൽ പുത്രൻ കേൾക്കും. അവൻ നമ്മുടെ ബലഹീനതയെ സഹായിക്കും. അവിടെ കർത്താവ് തന്നിരിക്കുന്നു ജപമാല 53 മണി, അതിന് മുൻപിൽ ഒരു കുരിശ്, അതിനൊരു ക്രൂശിന്റെ രൂപം, അത് കരങ്ങളിൽ എടുക്കപ്പെടുമെങ്കിലും ദൈവമേ, എന്റെ പാപങ്ങൾ കാണല്ലോ, എന്റെ തലമുറയ്ക്ക് വേണ്ടിയാണല്ലോ അവിടെ ഇങ്ങനെയായത്. ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇട്ടോണ്ട് നടക്കും, പേഴ്സിനകത്ത് വെക്കും, വണ്ടിയിലാരെങ്കിലും ഓടുമ്പം ടക്കലിന് ജപമാല എടുക്കും, അങ്ങോട്ട് ഉരുട്ടം തുടങ്ങുന്ന പറഞ്ഞു നന്മ അറിഞ്ഞു, വണ്ടിയിൽ ഇറങ്ങുന്ന വരെ നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ. പുരുഷന്മാര് കുറവാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയുമ്പോൾ എന്റെ കഴുത്തിൽ രണ്ടെണ്ണമുണ്ട്. ഇതൊക്കെ സംരക്ഷണമാ, ഇതൊക്കെ സംരക്ഷണമാ. അതിൽ വചനമാണ് അറിയുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് ചൊല്ലുമ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥന കരമടിച്ച് മാത്രം കൊടുക്കുക. ശിഷ്യന്മാരെ ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? മോൻ പറഞ്ഞു കൊടുത്തു, അപ്പനെ വിളിച്ചാൽ മതി. കരമടിച്ച് മാത്രം കൊടുക്കുക, കരമടിച്ച് മാത്രം കൊടുക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രാർത്ഥിക്കേ. അന്നു വേണ്ട ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഏറ്റവും കൂടുതൽ കുഴപ്പത്തിൽ വീണോണ്ടിരിക്കുന്ന കാര്യത്തിന് സ്ഥിരം പ്രാർത്ഥിക്കുക. അർത്ഥമറിയാതെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പിന്നെയോ ദുഷ്ടാരൂപിയിൽ നിന്ന് എപ്പോഴും പിടി വീണോണ്ടിരിക്കുന്ന സംഭവം, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. അതാണ് ആദ്യത്തെ 1 മണിയിൽ. പിന്നീട് ഒരു 10 മണി, ഒരു ഗ്യാപ്പിൽ. ആ 10 മണി അവിടെ എന്താ നമ്മൾ ചൊല്ലുന്നത്? നന്മ നിറഞ്ഞ മറിയമേ, ഹോളി മേരി, ഗുഡ്നസ് മേരി, നന്മ നിറഞ്ഞ മറിയമേ. നന്മ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. കരമടിച്ച് മാത്രം കൊടുക്കുക. നന്മ ചെയ്തിട്ടുള്ളവരും ചെയ്യാതിരിക്കുന്നവരും ചെയ്തിട്ടില്ലാത്തവരും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിലേക്ക് വരുമ്പോൾ നീ നന്മ ചെയ്യാൻ തുടങ്ങും. അവിടെ പറയുന്നു നന്മ നിറഞ്ഞ മറിയമേ. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ ശക്തിവീരൻ. കരമടിച്ച് മാത്രം കൊടുക്കുക. സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൂതൻ ഭൂമിയിൽ വന്നയച്ച് അതിനോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ, മറിയത്തോട് പറയുക, കൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി. അതുകൊണ്ടാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ. കൃപയും നന്മയും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരേ ഫലം തന്നെയാണ്. കരമടിച്ച് മാത്രം കൊടുക്കുക. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എങ്ങോട്ടേലും നോക്കിയിരുന്ന ഇത് പറ്റത്തില്ല. ഹൃദയത്തിൽ ആഴപ്പെട്ടിറങ്ങട്ടെ. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോ ഇതൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, അത്യുന്നത ശക്തിയാ നിന്റെ മേൽ വരാൻ പോകുന്നത്. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കരമടിച്ചാൽ അതിനൊക്കെ ഒന്ന് മാനിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആത്മാവിനെ അത്യുന്നത ശക്തിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉദരത്തിൽ പേറിക്കൊണ്ട് ഒറ്റ ഓട്ടമാണ്. ഒരു കാര്യം പറഞ്ഞേച്ചാൽ മതി, നമുക്കില്ലാത്ത ഒരു ഗുണം, ഒരു സറണ്ടറിംഗ് ഇല്ലാത്ത നമ്മുടെ ഒരു ഗുണം, ഒരു കീഴടങ്ങലില്ലാത്ത ഒരു ഗുണം ഹോളി മേരിയിലുണ്ടായിരുന്നു. ഒരു അൺകണ്ടീഷണൽ സറണ്ടറിംഗ്. ഇതാ 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 കർത്താവിന്റെ ദാസി. എല്ലാവരും പറഞ്ഞ് ഇതാ. എന്നിട്ടൊന്നും കുനിയാൻ പറ്റത്തില്ല. ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ തിരിക്കണം എന്നിൽ നിറവേറട്ടെ. ഈ നിമിഷം ആരെല്ലാം ദൈവസന്നിധിയിൽ ശിരസ്സ് മടക്കിയോ കുതിച്ചോ അവരെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരിക. പരിശുദ്ധ ദൈവമാതാവിൽ നിറഞ്ഞതുപോലെ, സ്ത്രീകന്മാരിൽ നിറഞ്ഞതുപോലെ ആത്മാവിന്റെ ശക്തി കൊടുക്കാറ്റായി അടിക്കട്ടെ ഈ മക്കളിലേക്ക്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നേരെ ഒരു ഓട്ടം.
സക്കറിയ പുരോഹിതനോട് പറയാൻ കഴിഞ്ഞ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സക്കറിയയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുവാൻ, ദൈവം സ്നേഹിക്കുന്നതിന്റെ അടുത്തേക്ക്, ബലിപീഠത്തിൽ ധൂപമർപ്പിക്കുന്നതിന്റെ അടുത്തേക്ക് ദൈവം തിരുമനസ്സായി ഗബ്രിയേൽ മാലാഖയെ അയച്ചു. പരിശുദ്ധ അമ്മ ഈ അനുഭവം പരിശുദ്ധാത്മാ